നിന്റെ പേര് നീ ആവുമോ? അത് അടുത്ത ചോദ്യം. അപ്പോൾ ഇത് എൻ്റെ തോർത്ത് അത് ഞാനാണോ? ആണോ? ആണോ? അല്ല. അപ്പോൾ എൻ്റേത് എന്ന് പറയാവുന്ന ഒന്നും നീ ആവുകയില്ല. ആവോ? ഇല്ല. അപ്പോൾ എൻ്റെ തോർത്ത്, നിൻ്റെ ഈ യൂണിഫോം, പിന്നീട് നിൻ്റെ ശരീരം നീ പറയില്ലേ? പറയോ? നിൻ്റെ ശരീരം പറയില്ലേ? ഈ കുട്ടികളൊന്നും മിണ്ടൂല്ലേ? മിണ്ടാ പ്രാണികളാ? ഉറക്കെ പറയോ? നിൻ്റെ ശരീരം എന്ന് പറയുമോ? ഇനിയിപ്പോൾ എവിടെ ഇരിക്കുന്നു? കസേരയിൽ ഇരിക്കുന്നത് നീയാണോ? നിന്റെ ശരീരമാണോ? നിന്റെ ശരീരം, എൻ്റെ ശരീരം നീയാണോ? നിന്റെ ശരീരം നീയാണോ? അല്ല, അത് നിൻ്റേതാണ് അല്ലേ? ഇങ്ങനെ നോക്കിയാൽ എൻ്റേത് എന്ന് പറയാവുന്ന ഒന്നും ഞാനല്ല എന്ന് പറയും. മനസ്സിലായോ? ഉണ്ടെന്നില്ല കുട്ടികളെ? മനസ്സിലായോ? ഈ പെണ്ണിനിപ്പോൾ ഇവിടെ ഞാൻ മാറ്റും. ഉത്തരം പറഞ്ഞില്ലായിരുന്നു. മനസ്സിലാവുക? എൻ്റേത് എന്ന് പറയാവുന്ന ഒന്നും തന്നെ ഞാനല്ല എന്ന് മനസ്സിലായോ? ശരീരം ഞാനല്ല. ആണോ? എൻ്റേതാണ്. ആണോ? ആണോ അല്ലേ? പിന്നെ മനസ്സ് എൻ്റെ മനസ്സാണോ? ഞാനാണോ മനസ്സ്? എൻ്റെ മനസ്സ്. അപ്പോൾ മനസ്സ് ഞാനല്ല. അയ്യോ പിന്നെ ഞാനാരാ? അപ്പോഴാണ് അറിയുന്നത് എനിക്ക് എന്നെപ്പറ്റി ഒന്നും അറിയില്ല അല്ലേ? അതുവരെ എനിക്ക് വിചാരമുണ്ടായിരുന്നു, ഞാനിവിടെ കസേരയിൽ കയറിയിരിക്കുന്നു, ഞാനിവിടെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കുട്ടികളടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ അത് തോന്നില്ലേ? തോന്നോ ഇല്ലേ? അതൊന്നും. അപ്പോൾ അതൊക്കെ ഞാനാണോ? എൻ്റേതാണോ? അപ്പോൾ ഞാനാരാ? അയ്യോ, എപ്പോഴാണ് മനസ്സിലാകുന്നത്? നമുക്ക് ആർക്കും നമ്മളെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. അറിയാമോ? അറിയില്ല. അപ്പോൾ നമ്മളെ അറിയാതെ ജീവിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തായിരിക്കും? ഒറ്റക്കാലിലുള്ള നടപ്പായിരിക്കും. അത് മതിയോ? ജീവിതത്തെ ഒറ്റക്കാലിലുള്ള നടപ്പാക്കി മാറ്റിയാൽ മതിയോ? ഇത് വേണ്ടെന്നോ? മതിയോ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും. പോരാ. അതിനെന്താ വഴി? അപ്പോൾ നമ്മൾക്ക് നമ്മളെപ്പറ്റിയുള്ള അറിവ് പൂജ്യമാണോ? പൂജ്യത്തിന് മുകളിലുള്ളതാണോ? പൂജ്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അറിയാമോ?